ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടത്താനായി കൊക്കാത്തോട്ടിലുണ്ടായിരുന്നത് KU ജനീഷ് കുമാർ MLAയും നാട്ടുകാരും മാത്രമായിരുന്നുവെന്ന് ദുരന്തമനുഭവിച്ച ലിജി. ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെന്ന് പറയുന്ന കളക്ടർ സ്ഥലം സന്ദർശിക്കണമെന്നും ലിജി പറഞ്ഞു. കൊക്കാത്തോട്ടിൽ നിന്ന് സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോന്നി കൊക്കത്താട് ഉരുളുപൊട്ടി വലിയ ദുരന്തമാണ്. ഏതാണ്ട് 4 ഏക്കറോളം സ്ഥലം ഒലിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊക്കത്തോടാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വീടിൻ്റെ സമീപത്ത് ഇപ്പോൾ ഒരു അരുവി പോലെ പുഴ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് ഉരുൾപൊട്ടി വരുന്ന ജലമാണ്. നമുക്ക് ആ വീട് കാണാം. വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത്. സമീപത്ത് അവരുടെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന ഷെഡിൽ കിടന്ന ജീപ്പ് ഒലിച്ചു പോയി. ഒരു ബൈക്ക് അങ്ങ് താഴേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആ ജീപ്പ് ഷെഡിൽ കാണാൻ സാധിക്കും. വലിയ ദുരിതമാണ് ഈ ജനത അനുഭവിച്ചത്. ഇങ്ങോട്ടുള്ള ഗതാഗതം തന്നെ പൂർണ്ണമായി സ്തംഭിച്ചൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ KU ജനീഷ് കുമാർ MLAയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. പലയിടത്തും വൈദ്യുതി ബന്ധം ഇപ്പോഴും തകരുമാറായി കിടക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര പ്രവർത്തനത്തിലാണ് KSEB ഉദ്യോഗസ്ഥരുള്ളത്. നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഈ മരങ്ങൾ കടപൊഴുകി കിടപ്പുണ്ട്. അത് ഈ വീട്ടിൽ മുറ്റത്തെയാണോ അല്ല ഒലിച്ചു വന്നുള്ള കാര്യത്തൊക്കെ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആദ്യം നമുക്ക് ഈ സ്ഥലത്തെ പ്രദേശവാസികളിൽ നിന്ന് ചേരാൻ പൊന്നച്ചൻ എന്നാണ് പേരില്ലേ. ഇത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. കൊക്കത്തോട് ഭയങ്കര ദുരിതമായിരുന്നു. അത് പിന്നെ ഗവൺമെൻറ്റോ ഒക്കെ ആദ്യം അതിന് ഒരു ഏകീകരണം ഇല്ലായിരുന്നു. പിന്നെ കളക്ടർ അവരൊക്കെ വന്നിട്ടുണ്ട്. കളക്ടർ ഇന്നലെ പോലും പറഞ്ഞു കഴിഞ്ഞിട്ട് നടന്നില്ലെന്നാണ് കളക്ടറൊക്കെ പറഞ്ഞു. പൊട്ടിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ MLA അന്ന് വെളുപ്പിന് 4:30 ആയപ്പോൾ തൊട്ട് MLA ഇന്നലെ മുതൽ ഇത് എവിടെയും പുള്ളിക്കാരൻ ഇപ്പം വന്നിച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. MLA ഇവിടെ എല്ലാവരും വന്ന് കാണുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2018 പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അതിനേക്കാൾ 2018 ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഇന്ന് ഈ ട്രിപ്പാണ് മഴ കൂടിയതും ഈ ഉരുൾപൊട്ടൽ. കിടക്കുന്ന ഈ മരങ്ങൾ അത് ഒലിച്ചു കാട്ടുമരങ്ങളും പിന്നെ റബ്ബർ 1 കിലോമീറ്ററിന് അപ്പുറം 2 കിലോമീറ്റർ അപ്പുറമുള്ള റബ്ബറുകളൊക്കെയാണ്. അത് കാട്ടുമരം ഒഴുകി വന്നതല്ലേ. അതാണ് ഈ ദൃശ്യങ്ങൾ കണ്ടോ. വലിയ മരങ്ങൾ, അതായത് വനത്തിനുള്ളിൽ നിന്ന് മരങ്ങൾ ഒഴുകി എത്തിയേക്കുന്ന 1 കിലോമീറ്റർ അപ്പുറത്തുള്ള റബ്ബർ മരങ്ങൾ അത് കടപൊഴുകി വന്നിരിക്കുന്നു. അപ്പോൾ ആലോചിക്കുക, ഉരുൾപൊട്ടിയിട്ടില്ലെന്ന സംസ്ഥാനത്തെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവി ജില്ലാ കളക്ടർ പറയുമ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ നേരിട്ടുള്ള അനുഭവം വ്യത്യസ്തമാണ്. നമുക്ക് ആ വീട്ടുകാരോട് ചോദിക്കാം. ഈ വീട്ടിലെ ചേച്ചിയോട് ചേരുവാണ്. ചേച്ചി, ഈ വീടിൻ്റെ മുറ്റത്ത് കിടന്ന ജീപ്പ് എന്തോന്നോ ഒഴുകിപ്പോയതല്ലേ? മുറ്റത്ത് നമ്മുടെ ഇവിടെ ഷെഡ് ഉണ്ടായിരുന്നു. വണ്ടി ഷെഡിൽ കിടന്ന അതാണ് ഒലിച്ച് ആ ഷെഡിൽ നിന്ന് നമ്മുടെ ഈ ഭാഗം വരെ വന്നു. അപ്പം ഒരു 4:15 ഒരു സൗണ്ട് കേട്ടു. ഞാൻ അപ്പുറത്താണ്, എൻ്റെ ആങ്ങളയുടെ വീടാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഓർത്ത് ഷെഡ് ഏതാണ്ട് കാറ്റും കൊണ്ട് പോയാന്നും പറഞ്ഞ് നോക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഷെഡുണ്ട്, ഇവിടെ നോക്കിയപ്പോൾ അവൻ്റെ ഷെഡുണ്ട്. ഞാൻ വീണ്ടും ടോർച്ച് താഴോട്ടടിച്ചപ്പം താറന്ന് കണ്ടിട്ട് ജീപ്പിൻ്റെ ഒരു ഭാഗം കണ്ടു. അപ്പം ഞാൻ അലറി. അന്നേരം ആങ്ങളെ ഇവിടും ചാടി ഇറങ്ങിയപ്പോൾ അരേറ്റം വെള്ളം മുറ്റത്ത് ഇത്ര ഉയരത്തി. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇത് ഉരുള് പൊട്ടിയാന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അലറി ഓടി. വെട്ടമില്ല, വെളിച്ചമില്ല, യാതൊന്നുമില്ല. എന്ത് ചെയ്യാൻ? ഈ തടിയൊന്നുമല്ല, കുറേ തടികൾ ഒഴുക്കി കളഞ്ഞിരിക്കുക. ഇപ്പോൾ ബൈക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അച്ഛാ? 1/2 കിലോമീറ്ററിനപ്പുറത്ത് വലിയ തോട്ടിൽ പോയി ഒരു സൈഡിൽ പോയി ഇരിപ്പുണ്ട്. അതിന് കൊള്ളൂല. ഭയമൊന്നല്ല, ഇതുവരെ വിറച്ചിൽ മാറിയിട്ടില്ല നമുക്ക്. ഇപ്പോഴും ഫുഡ് കഴിക്കാനോ യാതൊന്നും കഴിക്കാൻ വയ്യാത്തൊരു അവസ്ഥയെ നമ്മൾ നിൽക്കുക. ഉറക്കമില്ല രാത്രിയിൽ. പിന്നെ ലൈറ്റില്ല, ഒന്നുമില്ല നമുക്കിപ്പോൾ. ഫോണിന് റേഞ്ച് ഇല്ല. ഫോൺ എല്ലാവരും ചത്ത് കിടക്കും. ഇനി എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നാട്ടുകാരെ അറിയിക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കൊക്കാത്തോട് നിവാസികൾ നിൽക്കുന്നത്. കളക്ടർ വന്ന് ആദ്യം നോക്കാൻ പറ. ഏത് കളക്ടർ? ഉരുള് പൊട്ടിയിട്ടില്ലെങ്കിൽ ഈ വെള്ളം എവിടെ നിന്ന് വന്ന് കളക്ടർ ഒഴിച്ചോ? അതെങ്ങനെ കളക്ടർ? ഉരുള് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഏത് പ്രതിഭാസം കൊണ്ടാണ് ഇത് വന്നതെന്ന് കളക്ടർ കണ്ടുപിടിക്കേ. ഭൂമിശാസ്ത്രപരമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ ഇവിടെ ഈ കൊക്കാത്തോട്ടി അല്ലയോ വെച്ചാൽ കൊക്കാത്തോട്ടിൽ എങ്ങനെ ഉരുളല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുന്ന ഉരുള് പൊട്ടിയല്ല. പക്ഷെ ഇത്ര സാധനം ഞങ്ങളുടെ മുറ്റത്ത് എങ്ങനെ വന്നു? ആന്നു. ഇതിപ്പോൾ ഇന്നലെ JCB കൊണ്ട് ആ ചെറിയ തോടുണ്ടാക്കിയത്. ഇത് മൊത്തം ഞങ്ങളുടെ മുറ്റത്തൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. തോടില്ല, റോഡില്ല. റോഡും തോടും കരയെല്ലാം ഒന്നായിരുന്നു. ഫയർഫോഴ്സ് ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർ കാരണമാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഞങ്ങളുടെ വണ്ടി എൻ്റെ അക്കരെ കയറിയതും. ഉരുള് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇതെന്ത് പ്രതിഭാസമാണെന്ന് കണ്ടുപിടിക്കാൻ പുതിയ ആളുകളെ ഇവിടെ ഗവേഷകരില്ല നമ്മുടെ നാട്ടിലെ. അവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ അച്ഛാ? അവർ വന്നു കണ്ടു. യാതൊന്നുമില്ല. നമ്മൾ പൈസ കൊടുത്ത ആളെ നിർത്തി മരം മുറിപ്പിച്ചാണ് കയറ്റിയത്. നാട്ടുകാരെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്.
100, 150, 200 ആളുകൾ നിന്നിട്ട് ഇത്രയൊക്കെ ഇത് ചെയ്തെടുത്തത്. നാട്ടുകാർ മുഴുവനേ ഉള്ളായിരുന്നു. നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്ന് ആ ജീപ്പ് അവിടെ കയറിയത്. കോന്നി പോയതാ ഈ വണ്ടി എങ്ങനെയും ശരിയാക്കണ്ടായോ? അതിനുവേണ്ടി അവൻ കോന്നിയിൽ ആളെ വസ്തു ഇവിടെ മുഴുവൻ അതെ, ഡ്രൈവർ അവൻ്റെ ഉപജീവന മാർഗമാണിത്. ശരിയാക്കിയെങ്കിൽ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ എന്തുവാണെന്ന് പറഞ്ഞാൽ അത് കളക്ടർ ആണെങ്കിലും എന്തുവാണെങ്കിലും നമുക്ക് നടപടി എടുത്തേ പറ്റൂ. നഷ്ടപരിഹാരം സർക്കാരിന് ലഭിക്കണമില്ലേ? തീർച്ചയായിട്ടും. ചേട്ടാ, ഈ ഫയർഫോഴ്സ് വന്ന് നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് കേൾവിയില്ല. സാധാരണ കേരളത്തിന്റെ ഫയർഫോഴ്സ് രക്ഷാ കവചം എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ ഇവിടെ 4 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ വന്നായിരുന്നു. അപ്പോഴത്തേക്ക് നാട്ടുകാർ ഇവിടെ കൂടി. അപ്പം നാട്ടുകാർ രാഷ്ട്രീയം ഇല്ലാതാ കൂടി കേട്ടോ. കാര്യം ഇവിടുത്തെ അരുവാപ്പലം പഞ്ചായത്ത് നമുക്ക് ഈ പ്രളയത്തിലൊന്നും രാഷ്ട്രീയമില്ല, ഒരുമിച്ച് നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ രാവിലെ തന്നെ എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ ഈ കൊക്കാത്തോട്ടിലെ മെമ്പർ എല്ലാം രാവിലെ തന്നെ എത്തി സഹായിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് രാവിലെ 12 മണി വരെ യാതൊരു കാര്യങ്ങളും നടന്നില്ല. ഉരുൾപൊട്ടലല്ലെന്നൊക്കെ ഇവിടെ ജില്ലാ കളക്ടറൊക്കെ പറയപ്പെടുന്നത് ഞാൻ കണ്ടില്ല വാർത്ത. അങ്ങനെ ഒരു അഭിപ്രായം വന്നായിരുന്നു. എന്നാൽ 12 മണി കഴിഞ്ഞ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു. അതായത് MLAയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വന്നത്. MLA ശക്തമായി രാവിലെ 4:30 തൊട്ട് വെളുപ്പിന് 4:30 തൊട്ട് MLA എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു. അത് കഴിഞ്ഞാണ് ഇവരൊക്കെയും വന്നത്. പിന്നെ തഹസീൽദാർ ഉൾപ്പെടെ എല്ലാവരും തഹസീൽദാരൊക്കെ ഇന്നാണ് വന്നത്. ജനീഷ് കുമാർ MLA വന്നായിരുന്നു. എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു. സാർ വന്ന് എന്നോട് സംസാരിച്ചു. വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ വീടിന് മുമ്പ് കാണുമ്പോൾ മുൻപിലേക്ക് നോക്കുമ്പോൾ ഒരു തോട് പോലെ പുഴയൊക്കെ മാറി, തോട് മാറി പുഴ പോലെ ശക്തമായി വെള്ളം ഒഴുകുകയാണ്. എൻ്റെ ഈ വീടിൻ്റെ മുറ്റത്തുനിന്നുണ്ട് 10-60 മീറ്റർ മാറി ആ ജീപ്പ് പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഇവർക്ക് അടിയന്തരമായ ധനസഹായം ഉൾപ്പെടെ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ജില്ലയുടെ ചുമതലയുള്ള PC വിഷ്ണുനാഥ് മന്ത്രി ഇത് വന്ന് കാണണം, ഇവിടെ സന്ദർശിക്കണം. ഉരുൾ പൊട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യത്തിൽ സർക്കാർ മറുപടി നൽകണം. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് സഹായമാണ് ആവശ്യം. ഈ ഘട്ടത്തിൽ ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിത് ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.